പരീക്ഷണങ്ങൾ കടുത്തതായിരിക്കും, ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പക്ഷേ നാം ചെയ്യേണ്ടത് എന്താണ്? തൗഹീദ് ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും ആളുകൾ തലതിരിഞ്ഞ രൂപത്തിലാണ് വിഷയത്തെ മനസ്സിലാക്കുന്നത്. കടുത്ത പരീക്ഷണങ്ങളും മറ്റുമുണ്ടാകുമ്പോൾ നാം തൗഹീദിനെക്കുറിച്ച് സംസാരിക്കണമോ? തൗഹീദും ശിർക്കും തലനാരിയ കീറി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? തൗഹീദിൻ്റെ പ്രബോധനമൊക്കെ നിർവഹിച്ചാൽ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കത് നമ്മളോടൊരു പിണക്കമാവില്ലേ? ഇവിടെ വലിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്, ഫാസിസമുണ്ട്, ശത്രുക്കളുണ്ട്, അവർക്കെതിരെ നമുക്കൊന്നായി പ്രവർത്തിക്കണം. അതുകൊണ്ട് ശിർക്ക്, ബിദാത്ത്, ഖുറാഫാത്തുകളൊക്കെ തൽക്കാലം നമ്മൾ അവഗണിച്ച് നമുക്കെല്ലാവർക്കും കൂടി ഒന്നായി ഫിത്നയെ പ്രതിരോധിക്കാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയമായും സംഭവിക്കുമെന്ന് ഖദറാക്കിയ ഒരു വിഷയത്തെ സഹോദരങ്ങളെ നാം വിചാരിച്ചാൽ അതിനെ നമുക്ക് തടയാൻ സാധിക്കുമോ? ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ വരുമെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണങ്ങൾ കടുത്തുകൊണ്ടേയിരിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന കാര്യമാണ്. അതൊരിക്കലും ഇല്ലാതെയാവുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടുമ്പോൾ എങ്ങനെയായിരിക്കണം? വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും ശരിയായ വിശ്വാസമുള്ള, ഈമാൻ കാര്യങ്ങളെല്ലാം ഇതിൽപ്പെട്ടു. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നതിൽ എല്ലാ ഈമാൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്രകാരം വിശ്വസിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ടും മതപരമായി അനുഷ്ഠിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളെല്ലാം വീഴ്ച വരുത്താതെ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ജനങ്ങളോടുള്ള ബാധ്യതയാണ്. അതാണ് വൽയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅ്ത ഇലൈഹി, ജനങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക. പരീക്ഷണ കാലഘട്ടമാണെങ്കിലും ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അയൽവാസികളോടും നാട്ടുകാരോടും ഭരണാധികാരികളോടും പ്രജകളോടുമെല്ലാമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. അവരോടുള്ള നസീഹത്ത് നിലനിർത്തുക. എങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്.